പുള്ളി പറയുന്ന തമാശ കുറച്ച് ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്രീകാന്ത് വെട്ടിയാരെന്ന് പറഞ്ഞ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. ഫുൾ മോട്ടിവേഷൻ എനിക്കത്. അതെ, ഈ ഒരു ഡേ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പോയേനെ, പക്ഷെ കല്യാണം എന്നുള്ള ഉത്തരം നിരോധിച്ചിരിക്കുന്നു. പോയേനെ, പോയിട്ടില്ല. വിട്ടുപോയല്ലോ. അപ്പൊ അതവിടെ ചേരില്ല. ഫ്രണ്ടിൽ ഇരുന്ന ഒരു 5-6 പേർക്ക് അടുപ്പിച്ച് ഷോക്ക് അടിച്ചു. ഷോക്ക് അടിച്ചിട്ട് ഈ 5-6 പേരെയും കൊണ്ട് പോയിട്ട് അന്ന് ഈ പറഞ്ഞ പോലെ മരണമൊന്നും സംഭവിച്ചില്ല. വേറെ മറ്റ് പ്രശ്നങ്ങളും സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ഊരിപ്പോവാൻ പറ്റിയ ഒരു ബ്ലെസ്സിങ് പോലെ. JBLന്റെ അതായത് എന്തൊക്കെയോ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പൊ ഇത് ഇങ്ങനെ എല്ലാം പോയി നോക്കിയപ്പോഴത്തേക്കും ഇത് തമ്മില് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം. JBL എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ബുദ്ധി നേരത്തെ തോന്നുന്നത് എന്ന് തമ്മിൽ ഞാനും അമ്മയും കൂടെ എന്താ അമ്മേ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നുന്നത് അങ്ങനെ ആയിക്കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും പണിയാണ്. ഞാൻ 2013 365 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ജോലി ചെയ്ത് നമ്മുടെ ഇടപാട് തീർത്തതെത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് എൻ്റെ ഇഷ്ടപരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ നമ്മളെന്ന് പറഞ്ഞ സാമ്പത്തിക ബുദ്ധിമുട്ടുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. കൗണ്ടേഴ്സ് അടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇതിപ്പം നമ്മളിപ്പം റിയാലിറ്റി ഷോ ആണെന്നുണ്ടെങ്കിൽ സ്പോട്ട് പരിപാടി, അവിടെ സ്ക്രിപ്റ്റും പരിപാടിയേ നടക്കില്ല, ഒന്നും നടക്കില്ല. അപ്പൊ ഈ കൗണ്ടേഴ്സ് അടിക്കുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു ഇപ്പം റിമി എന്ന് പറയുന്ന വ്യക്തി കൗണ്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഇങ്ങോട്ട് തരുന്ന ഒരാളാണ്. അപ്പം ഇപ്പൊ നമ്മൾ ഒരാളുടെ മുന്നിൽ പതറി പോവുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ചിലപ്പോൾ റിമി ആയിരിക്കാം പറയുകയാണെന്നുണ്ടെങ്കിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പൊതുവെ ഇങ്ങനത്തെ ഒരാളാണ്. തമാശകളെ എൻ്റെ ഒരു എന്താ പറയണ്ടേ, നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പിൽ കംഫർട്ടബിൾ ആകുമ്പോൾ ഞാൻ തമാശകൾ പറയണം എന്ന് വെച്ച് പറയുന്നല്ലോ. ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നും സ്ക്രിപ്റ്റഡ് അല്ലല്ലോ. അപ്പോൾ വായി വരുന്ന പറയുന്നു. അപ്പോഴാണ് ഈ മനോരമയിലെ സൂപ്പർ 4 എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്നത്. അപ്പൊ അന്നെന്ന് പറയുന്ന ആ 4 ജഡ്ജസ് എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള 4 പേരാണ്. റീമി, ജോത്സ്ന, സിത്തു, ഞാൻ. നമ്മൾ 4 പേര് വരുന്ന ആദ്യം. അപ്പൊ അന്ന് ഈ പറഞ്ഞപ്പോ നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ഇൻഹിബിഷനോ അങ്ങനത്തെ സംഭവങ്ങൾ ആർക്ക് ഏത് അളവിൽ വേണോ കളിയാക്കാം. മനസ്സിലായില്ലേ? അപ്പൊ കുട്ടികൾ വന്ന് എന്തെങ്കിലും പാടുമ്പോൾ നമ്മളിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് കളിയാക്കുന്നു, ഇങ്ങോട്ട് കളിയാക്കുന്നു. അപ്പോഴാണ് ഈ കളിയാക്കലിലൂടെയാണ് ആൾക്കാർക്ക് എനിക്ക് ഒന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അതെ, വിധുചേട്ടൻ ഇത്രയൊക്കെ തമാശ പറയൂ, അല്ല ഇത്രയൊക്കെ പറയൂ എന്നുള്ളത്. അത് ആ ഗ്രൂപ്പിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോ എനിക്ക് കിട്ടിയ നേരത്തെ പറഞ്ഞ ഒരു ബ്ലെസ്സിങ്. പിന്നെ കുറച്ചുകൂടെ നല്ല കൗണ്ടറുകളാണ് വിധുചേട്ടൻ പറയാറ്. ഞാനത് കാണാറുണ്ട്. മറ്റേ ഇത് കട്ടിങ്സ് വരട്ടെ, പിന്നെ കുറച്ചുകൂടെ നല്ല തമാശകളാണ് പറയാറ്. പറഞ്ഞെങ്കിൽ തന്നെ പറഞ്ഞ പൊതുവെ ഇപ്പൊ എല്ലാം വരാറില്ല. പക്ഷെ പുള്ളി പറയുന്ന തമാശ കുറച്ച് ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്രീകാന്ത് വെട്ടിയാരെന്ന് പറഞ്ഞ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. ഫുൾ മോട്ടിവേഷൻ എനിക്കത്. അപ്പൊ ഇനി കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതെ, ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനാ. ഈ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്താണ് എന്ത് ചെയ്യുമെന്നാണോ? ഒരു കാര്യം പറയും, അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് പറയുക. ഈ ഒരു ഡേ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പോയേനെ, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞാല് കണ്ണിൽ കൊള്ളേണ്ടത് പിരുകത്തുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ഊരിപ്പോയി. അതെ, ആ ഒരു ദിവസം കല്യാണം എന്നുള്ള ഉത്തരം നിരോധിച്ചിരിക്കുന്നു. അതെ, എന്നാൽ അതായിരുന്നു ആദ്യം മനസ്സിൽ വന്നത്. ഇനി ഞാൻ എന്ത് പറയും? അല്ല, പക്ഷെ അത് പോയേനെ, പോയിട്ടില്ല. വിട്ടുപോയല്ലോ. അപ്പൊ അതവിടെ ചേരില്ല. അങ്ങനെ വരുന്ന ഒരു ഡേ എന്ന് പറയുമ്പോ ഊരിപ്പോയ ഒരു സിറ്റുവേഷൻ. അങ്ങനെ പരിപാടി അവതരിപ്പിച്ചതാവാം, കുറെ ഗ്രൂപ്പിന്റെ കൂടെ ആവാം, വെളിയിൽ പോയതാവാം, അല്ല ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലും ഊരിപ്പോയതിന്റെ എനിക്ക് തോന്നുന്നു പാലക്കാട് പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു. പാലക്കാട് പ്രോഗ്രാം അല്ല, ഊരിപ്പോയത് വേറൊന്നും അല്ല. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അതേ സെയിം ഒരു സംഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്തു. നമ്മുടെ വേറൊരു സിംഗർ സംഭവിച്ചപ്പോൾ ഈ പാടത്തായിരുന്നു പ്രോഗ്രാം നടന്നിരുന്നത്. അപ്പോൾ അന്ന് ഇതേപോലെ തന്നെ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നപ്പോൾ അന്ന് കൃത്യമായിട്ട് വയറിങ്ങും സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പാടത്തില് അന്ന് മഴയും പെയ്തിട്ട് വെള്ളവും ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ നേരെ വന്നിരുന്നിട്ട് ജനം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പൊ ഫ്രണ്ടിൽ കൂടെ അവിടെ ഒരു പോസ്റ്റിൽ ഇത് വെച്ചിട്ടുണ്ട്, ഇതുവഴി വയറുണ്ട്. അന്നൊന്നും ഇത്രയും സെക്യൂരിറ്റി സംഭവങ്ങളും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഫ്രണ്ടിൽ ഇരുന്ന ഒരു 5-6 പേർക്ക് അടുപ്പിച്ച് ഷോക്ക് അടിച്ചു. ഷോക്ക് അടിച്ചിട്ട് ഈ 5-6 പേരെയും കൊണ്ട് പോയിട്ട് അന്ന് ഈ പറഞ്ഞ പോലെ മരണമൊന്നും സംഭവിച്ചില്ല. വേറെ മറ്റ് പ്രശ്നങ്ങളും സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ
നമുക്ക് ഊരിപ്പോവാൻ പറ്റിയ ഒരു ബ്ലെസ്സിങ് പോലെ നമുക്ക് വന്നു. അത് പക്ഷെ എനിക്ക് ഏറ്റവും ഏകദേശം അവസാനം ആയപ്പോഴായിരുന്നു അവസാനം പ്രോഗ്രാമിന്റെ ആയപ്പോഴാണ് അവസാനം സംഭവിച്ചത്. അത് Injured ആയി പക്ഷേ. ഇഞ്ചേർഡ് ആയി. അവരെ 5-6 പേരെ ഒരുമിച്ച് അപ്പം തന്നെ കൊണ്ടുപോയി. അപ്പൊ അതാണ് അങ്ങനത്തെ ഒക്കെ സംഭവം വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എത്രയായിരുന്നാലും നമ്മളുടെ ഷോയ്ക്ക് വന്ന് നമ്മളെ കാണാൻ ആഗ്രഹിച്ച് വന്നിരിക്കുന്നവരുടെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങി തന്നെ നമ്മൾ ആരെങ്കിലും വിചാരിക്കൂ ഒരു 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 കോളേജിന്റെ ക്യാൻറ്റീനിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലൈറ്റ് ഇടിഞ്ഞ് വീഴുമെന്ന് അല്ലേ? അപ്പൊ അങ്ങനത്തെയൊക്കെ ഈ മറ്റേ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമ പോലെയാ ഇപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ അതെനിക്ക് എപ്പോഴും ഞാൻ ആലോചിക്കും, കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ പറഞ്ഞ പോലെ വേറെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരു ഷോ ആണ്. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. പക്ഷെ ഹാപ്പിലി ഇപ്പോഴും ദീപ്തിക്കാണെങ്കിലോ? അയ്യോ, ഞാൻ വെച്ച് എനിക്ക് വേറെ ചോദ്യം കിട്ടുമെന്ന്. എന്നാ വേറെ ചോദ്യം ആക്കാം. ഇഷ്ടം പോലെ ഉണ്ട് ചോദ്യം. ഇങ്ങനൊരു ട്രിപ്പ് ഞാൻ ലൈഫിൽ പോയിട്ടില്ല. നല്ലതാണോ ചീത്തയാണോ? രണ്ടും കറക്റ്റ് മാൻ. യു ഗോട്ട് മൈ വൈബ് ബ്രോ. ബാങ് ഓൺ ദി ബുൾസൈ മാൻ. ഇങ്ങനൊരു ട്രിപ്പ് അല്ലേ? അങ്ങനത്തെ ട്രിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ട്രിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്, നല്ലത് ഉണ്ടായിട്ടുണ്ട്, മോശം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും പ്രോഗ്രാംസിന് പോകുന്ന സമയത്ത് നമ്മുടെ ട്രിപ്സ് എല്ലാം പ്രോഗ്രാം കണക്റ്റഡ് ആണ്, ഷോസുമായിട്ട് പോകുമ്പോഴാണ്. അപ്പൊ നമ്മൾ സാധാരണ പ്രോഗ്രാമിന് പോകുന്നതിന് മുന്നേ നമുക്ക് ടെക് ഇന്ന സംഭവങ്ങൾ വേണം എന്നൊക്കെ ഉള്ളത് പറയും. ഒരിക്കൽ ഇതുപോലെ ഒരു ആഫ്രിക്കൻ സൈഡിലുള്ള ഒരു സ്ഥലത്ത് നമ്മള് ടെക് ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരതെല്ലാം നോക്കിയ ബ്രോ അത് അപ്പൊ അവിടെ ഉള്ള ഒരു ആഫ്രിക്കൻ ആണ് അവിടത്തെ വെണ്ടർ ഡീൽ ചെയ്യുന്നത്. അപ്പൊ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് പ്രോഗ്രാമിന്റെ തലേന്ന് സൗണ്ട് ചെക്കിന് നമ്മൾ പോവും. അപ്പൊ ജസ്റ്റ് എല്ലാം നല്ല ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് പോയി നോക്കുമ്പോ JBLന്റെ അതായത് എന്തൊക്കെയോ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പൊ ഇത് ഇങ്ങനെ എല്ലാം പോയി നോക്കിയപ്പോഴത്തേക്കും ഇത് തമ്മില് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം. JBL എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ BBL സാധനം ഉറപ്പായിട്ടും പ്രോഗ്രാം സമയത്ത് ഈ സാധനം നിൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ ഈ പുള്ളിയുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, നമ്മുടെ എഞ്ചിനീയർ ചോദിക്കുകയാണ്, ബ്രോ നിങ്ങളുടെ ഇതല്ലേ പറഞ്ഞത്, നിങ്ങൾ ഇത് എന്ത് പറ്റിയെന്ന് ശരി, ഞാൻ നിങ്ങൾക്ക് സാധനം തരാന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒറിജിനൽ തരാന്ന് പറഞ്ഞിട്ടുള്ളൂ. വെരി നോർമലൈസ്. അതായത് നമുക്ക് അവിടെ നമ്മുടെ കിളി പോയതാണോ പുള്ളി ഇങ്ങനെയാണോ? നമ്മുടെ സൗണ്ട് ചെക്ക് 24 മണിക്കൂറാ എടുത്തത്. 24 മണിക്കൂർ ഒരു മനുഷ്യൻ വേണ്ടി. കാരണം ഇവൻ കൊണ്ടുപോയി ഇവന്റെ അടുത്ത് പുഷ് ചെയ്ത്, ഓർഗനൈസേഴ്സ് നല്ല ആൾക്കാരായിരുന്നു, അവരും കൂടെ നമ്മുടെ കൂടെ നിന്ന് ഈ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോകാം. അത് വേറെ എവിടെയോ ദൂരെ കൊണ്ടുവരണം, അത് കംപ്ലീറ്റ് വന്ന് മാറ്റിച്ച് വന്ന് നമ്മുടെ മാനേജേഴ്സ് പിള്ളേരെല്ലാവരും 24 മണിക്കൂർ എടുത്തു എന്നുള്ളത്. അതുകൊണ്ട് ആ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു ട്രിപ്പ് നമുക്ക് ആലോചിക്കാം ഇപ്പൊ തന്നെ ഇവിടെ ഇരുന്ന്. ആ പ്രഷർ ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ലെന്നേ. അത്ര നമുക്ക് അറിയില്ലല്ലോ, നമ്മുടെ ഒരു സ്പേസ് അല്ലല്ലോ. അതെ, ഡൊമൈനേ അല്ല. ഇവൻ പറയുന്നുണ്ട് അത് ഒരുപാട് ദൂരമാണ്, ആഫ്രിക്കനാണ് ഇവൻ, ഒരുപാട് ദൂരമുണ്ട്, അത് പെട്ടെന്നൊന്നും എടുക്കില്ല. ഈ ഓർഗനൈസേഴ്സ് പിടിച്ച പിടിയാലെന്നല്ല കൊണ്ടുവന്നേ പറ്റുള്ളൂ, നമ്മൾ ഇത്രയും പേ ചെയ്തതാണെന്ന് പറഞ്ഞ് പിന്നെ ദൂരെ വന്ന് ഈ പറഞ്ഞ പോലെയാണ് അത്രയും നേരം എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. എന്നുവെച്ചാലേ ഇവര് സംസാരിക്കുമ്പോ നമ്മുടെ തെറ്റുപോലെയാണ് സംസാരിക്കുന്നത്. അതാണ് ഏറ്റവും നമുക്ക് ഇങ്ങനെ അയ്യോ ഇതെന്താ ഇങ്ങനെ നമുക്ക് പിന്നെ കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് പറയാൻ തോന്നിയേക്കാം. അതെ അതെ അതെ. അപ്പൊ അത് ആ ഷോ കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ഇത് ഇനി ഇങ്ങനെ ഉണ്ടാവല്ലേ എന്നുള്ളത്. അതാണ് എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നത്. അതാ എന്താണ് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞേ എന്ന് തമ്മിൽ പറഞ്ഞൊരു ദിവസം ഏതാ ഒരു വ്യക്തിയുടെ ഞാനും അമ്മയും കൂടെ എന്താ അമ്മേ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നുന്നു, അങ്ങനെ ആയി കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ശരിക്കും അങ്ങനെ, അതായത് ലൈഫ് ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു അതുവരെ. ഞാൻ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നെങ്കിലും ജോലിയോട് ജോലി. ഇപ്പൊ എല്ലാവരും ചോദിക്കും ദുബായി പോയി സൗദി പോയി, ഞാൻ അവിടെ സ്ഥലങ്ങളൊന്നും ശരിക്കും കണ്ടിട്ട് പോലും ഇല്ല. വർക്ക് അവിടെ ജോബ് എന്താ ഡ്രാഫ്റ്റിംഗ് ആയിരുന്നു, പിന്നെ നമ്മൾ ഈ സൈറ്റിൽ പോകണം, അങ്ങനത്തെ പരിപാടികൾ. അപ്പോൾ ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ല, എല്ലാ ദിവസവും പണിയാണ്. ഞാൻ 2013 365 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ജോലി ചെയ്ത് നമ്മുടെ ഇടപാട് തീർത്തതെത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് എന്റെ ഇഷ്ട പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ നമ്മളെന്ന് പറഞ്ഞ സാമ്പത്തിക ബുദ്ധിമുട്ടുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. ഞാൻ സ്കൂളിൽ ഒരു +1 എത്തിയപ്പോൾ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയി. പിന്നെ നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ അമ്മ പോയി.
അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ പിന്നെ വേറെ കോളേജിലൊക്കെ പോകണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ എനിക്ക് അതിന് സമയം കിട്ടിയില്ല. പെട്ടെന്ന് അപ്പം ഞാൻ ഈ ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ 2 വർഷത്തെ കോഴ്സാണ്, അത് പഠിച്ചു. പിന്നെ കുറച്ചാൾ നാട്ടിൽ ജോലി ചെയ്തു. പെട്ടെന്ന് ഞാൻ ഗൾഫിൽ പോയി. അപ്പൊ പിന്നെ അവിടെ സ്ട്രഗിളിംഗ് ആണല്ലോ. പിന്നെ വീട് വെക്കണം. അവിടെ പോയപ്പോഴത്തേക്ക് വീട് ചെറിയ വീടായിരുന്നു, വീടൊക്കെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. പിന്നെ വീട് പണി തുടങ്ങണം. അപ്പൊ പിന്നെ ഫുള്ളും നമ്മൾ ഇതൊക്കെ അങ്ങ് വിട്ടിട്ട് വേറൊരു ലോകത്തായിപ്പോയി. നമുക്ക് ജോലി മാത്രം മതി. രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു, രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു. പിന്നെ അങ്ങനെ ഒരു ലൈഫ്. പിന്നെയാണ് ഞാൻ അങ്ങ് മടുത്ത് സത്യത്തിൽ. നമ്മൾ ഏകദേശം വർക്ക് ചെയ്ത് അങ്ങ് മടുക്കുമല്ലോ. ഇനി നമ്മുടെ സാമ്പത്തികമായി നമ്മൾ സ്റ്റേബിൾ അല്ല, പക്ഷെ നമുക്ക് മുന്നോട്ട് പോകാനും വയ്യ. ഒരു അടി ഇനിയും പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തൂല. അങ്ങനെ ഞാൻ വീട്ടിൽ പറയാതാണ് ഗൾഫിലെ ജോലി നിർത്തിയത്. അമ്മ വരുമ്പോൾ അന്ന് ഞാൻ വിചാരിച്ച് ഞാൻ തീരുമാനിക്കും ഒരു ദിവസം രാവിലെ ഉണ്ട് ഞാൻ നിർത്താൻ പോയത്. എന്നിട്ട് ഞാൻ നേരെ ഓഫീസിൽ വന്നിട്ട് മുതലാളി വന്നപ്പോൾ മുതലാളി ഞാൻ പോവാ, പുള്ളി പോടാ അവിടുന്ന്, മലയാളി തമാശ, ഞാൻ പോവാന്ന് പറഞ്ഞു. എനിക്ക് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു. അപ്പോൾ അവർ കുറെ എന്നെ അവിടെ പിടിച്ചു നിർത്താൻ നോക്കി. ഞാൻ നേരെ തിരുവനന്തപുരത്ത് വന്നു, അവിടെ നിന്നൊരു വണ്ടി എടുത്ത്. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറയാന്ന് വിചാരിച്ചു. അപ്പൊ നാട്ടുകാരൊക്കെ ചോദിക്കുമല്ലോ, ഇവനങ്ങോട്ട് പോയതേ ഉള്ളല്ലോ, ഇനിയിപ്പോ എന്താ വന്നത്. അപ്പൊ ഞാൻ നേരെ വന്നപ്പോൾ ഞാൻ എന്നിട്ട് അമ്മയോട് കാര്യം പറയാമെന്ന് വിചാരിച്ചു. എനിക്ക് വയ്യ, അതുകൊണ്ട് ഇനി പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പെട്ടുപോയി. അപ്പൊ ഞാൻ നേരെ വണ്ടി ഇറങ്ങി, ആരും കാണാതെ പെട്ടിയൊക്കെ ഉരുട്ടി വീണ്ടും പുറകെ പോയപ്പോഴറിഞ്ഞ അമ്മ അവിടെ ഇല്ല. ഞാൻ പെട്ടുപോയി. എന്റെ കയ്യിലാണെങ്കിൽ നാട്ടിലെ സിമ്മും ഇല്ല വിളിക്കാനേ. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല, കൂട്ടുകാരോടും പറഞ്ഞിട്ടില്ല. എന്ത് പറയും നമ്മൾ പോയിട്ടേ. പെട്ടെന്ന് വരുമ്പോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ നമുക്കും ആളുകളോട് പറയാൻ വേണ്ടി. അതൊക്കെ ഞാൻ ഇനിയും സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി വന്നതെന്നൊക്കെ കൊല്ലത്തില്ലേ ആൾക്കാർ അവിടെ. അപ്പൊ ഞാൻ വന്നിട്ട് ഇരിക്കുവാണേ. അപ്പൊ ഞാൻ അവിടുന്ന് വന്നപ്പോ ഒന്നും മേടിക്കാനും പൈസ ഇല്ലായിരുന്നു. പെട്ടെന്ന് പോയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. ഞാൻ വിസിറ്റിലാണ് പോയത്, പക്ഷെ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ വിസ അടിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ തിരിച്ചു വന്നു. അപ്പൊ പൈസ ഇല്ല. അപ്പൊ ഞാൻ അവിടുന്ന് ഒരു കവർ ബദാം പരിപ്പും ഒരു പിസ്തയും മേടിച്ചോണ്ട് വന്നായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും, അമ്മ ഇപ്പൊ വരും. അമ്മ ഏതോ അമ്പലത്തിൽ പോയതാ, ദൂരെ. അപ്പൊ അവിടെ ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വൈകിട്ടേ വരത്തുള്ളേ. വന്നപ്പോഴാ മനസ്സിലായത്. അപ്പൊ ഞാൻ കുറെ നേരം അവിടെ ഇരുന്നിരുന്ന് എനിക്ക് മടുത്ത്. അപ്പൊ നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. ഞാൻ പിന്നെ അപ്പൊ കിണറിന്റെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് പെട്ടിയൊക്കെ തല വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പൊ കുറെ കഴിയുമ്പോ വിശക്കുമല്ലോ. പിന്നെ കാണുന്നത് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന തിന്ന് ഇങ്ങനെ അവിടെ നടക്കുക. അപ്പൊ അമ്മ വരുമ്പോ കാണുന്ന പിസ്തയുടെ തോടി ഇങ്ങനെ പിടിച്ച് വരുമ്പോ ഒരാൾ അവിടെ ഇരിക്കുന്നു. അമ്മ ഞെട്ടിപ്പോയി എന്നെ കണ്ടിട്ട്. അമ്മയെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എന്ത് പറ്റിയെന്നറിയാം, എനിക്കിനി എന്തെങ്കിലും പ്രശ്നമാണോ. എന്നിട്ട് അപ്പൊ അമ്മ എന്ത് ചെന്ത നീ വന്നെന്ന് ഒന്നും വേണ്ടിയില്ല. ഞാൻ എന്താ പറയുന്നത്, പെട്ടിയൊക്കെ എടുത്ത് അകത്ത് പോയി അവിടെ ഇരുന്ന്. അപ്പൊ അമ്മ വിചാരിച്ച് ഞാൻ എന്തോ ഡിപ്രഷൻ മൂഡ് അടിച്ച് വന്നേരിക്കും. അപ്പൊ അമ്മ നേരെ ചേച്ചിയെയും അളിയനെയൊക്കെ വിളിച്ചു വരുത്തി. എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പൊ ഞാനിടുന്ന് ആലോചിക്കുന്നത് ഇനി എന്ത് ചെയ്യും, ആരോട് ചെന്ന് ചോദിക്കും സ്ക്രിപ്റ്റ് എഴുതാൻ. നമ്മൾ അങ്ങനെയാണ് ശരിക്കും എത്തിയത്. മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് എഴുതാൻ. ഞാൻ അവിടെ വെച്ച സ്ക്രിപ്റ്റ് ഒക്കെ ഇരുന്ന് എഴുതുമായിരുന്നു. ഗൾഫിൽ ഇരുന്ന് വൈകിട്ട് വന്നിട്ട് ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതും. അപ്പൊ അങ്ങനെ വന്നിട്ട് നമുക്ക് ഇപ്പൊ അന്നത്തെക്കാളും മെച്ചപ്പെട്ട ഒരു സന്തോഷമുണ്ട് അത്. നമുക്ക് ഭയങ്കര ക്യാഷ് ഒന്നും ഇല്ല, പക്ഷെ നമുക്ക് അത്യാവശ്യം യാത്ര ചെയ്യാൻ പൈസ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട്. ഇപ്പൊ മഴക്കുള്ള യാത്ര വലിയ വണ്ടിയല്ല, ഒരു വണ്ടിയുണ്ട്. അതൊക്കെയാണ് എന്റെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. ഭയങ്കര അച്ചീവ്മെന്റ്. നമുക്ക് ഇപ്പൊ യാത്ര ഇവിടെ വരാൻ പറ്റുന്നുണ്ട്, ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് എവിടെ ചെന്നാലും ഒരു ഇത് കിട്ടാറുണ്ട്. അതൊക്കെ വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കിട്ടിയതാണ് ഇതൊക്കെ. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് അതില്. ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ. ഞാനിപ്പോ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ആരും എന്നെ പ്രഷർ ചെയ്യുന്നില്ല, എന്തും പരീക്ഷിക്കാം. വീഡിയോസ് എന്നിട്ട് റീച്ച് ആകുമ്പോഴാണ് അമ്മയടുത്ത് പറയുന്നത്. അമ്മയോട് പറഞ്ഞു, അമ്മേനോട് ശരിക്കും ചോദിച്ചു, എടാ നമുക്കിത് നേരത്തെ ഒക്കെ ചെയ്താൽ പോരായിരുന്നു. ഈ വർക്ക് ചെയ്തപ്പോൾ സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇത് തന്നെ. ഞാൻ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്ക് ചെയ്താല്. പ്രത്യേകിച്ച് ഇവരോട് ഇവരെ ഇരുത്തിക്കൊണ്ട് ചുമ്മാ പൊക്കി പറയുമല്ല, ഭയങ്കര ഇത് കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ഒരു പ്രഷർ ഇല്ല. സാധാരണ ഞാൻ കുറച്ച് പ്രഷറൊക്കെ ഒരു അഭിനയിക്കാൻ പോകുമ്പോൾ അങ്ങനെ എനിക്ക് പ്രഷറൊക്കെ ഉണ്ടാവാറുണ്ട് ആളുകൾ. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ ഓൾറെഡി കൂളായിരുന്നു. നോർമലി നമ്മൾ ആദ്യം ഇങ്ങനെ സംസാരിച്ച് ഞാനും ശ്രീകാന്തിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ധാരാളം ഇന്നും ഈ ഇടയ്ക്ക് പോലും ഈ പറഞ്ഞ പോലെ പഴയ വീഡിയോസ് പുതിയ വീഡിയോസ് ഒക്കെ ഞാൻ ശ്രീകാന്തിന്റെയും ബാക്കിയുള്ളവരുടെ ഒക്കെ എന്നെ കണ്ടിട്ടാണ് ആ ഒരു സന്തോഷത്തോടുകൂടി ഉറങ്ങുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ശ്രീകാന്ത് വന്നപ്പോൾ കുറെ വീഡിയോസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ആദർശ് സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ
പെട്ടെന്ന് തന്നെ അവിടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ട് പിന്നെ ഈസി ആയിട്ട് പടപടപടേന്ന് പറഞ്ഞാ പോയത്. ടക്കെന്ന അതെ സാധനം അതെ അതെ അവിടെ ഒരു പ്രശ്നങ്ങളില്ല അതെ, അതെ. അല്ലേ? ഞാൻ അതെ, പറഞ്ഞില്ലേ, ആ അഞ്ചു- ഒരു സിങ്ക് ആണ് നമുക്ക് പെട്ടെന്ന് വേണ്ടത് വേണ്ടത്. അടുത്ത് വരുമ്പോഴേ. അതെ, അതെ. അല്ലെങ്കിൽ നമ്മളിപ്പോ സിനിമയൊക്കെ ആണെങ്കിൽ പിന്നെ സമയം ഉണ്ടെന്ന് പറയാം. അതെ 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 ഇത് നമ്മൾ വന്ന് പരിചയപ്പെട്ടു, ഒരു ദിവസം അതെ. ചിലപ്പോ ഒരു സീൻ എടുത്തു, അതെ. പിന്നെ നമ്മൾ പതിയെ സിങ്ക് ആയി വരുമെന്ന് പറയാം. ഒരു അതെ. 40 ദിവസം 30 പക്ഷെ ദിവസം ഉണ്ടാവില്ല അത്ര ഒരു സിങ്ക് നമുക്ക് പെട്ടെന്ന് കിട്ടി അവിടെ. അതെ. അതെ. ഇത് 5 ദിവസം കൊണ്ടാ ഷൂട്ട് പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നോണ്ടാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് വേണം നമുക്ക്. ഇപ്പൊ അത് അത് ആക്സെപ്റ്റ് ചെയ്യുന്നതും അതുപോലെ ഇപ്പം ആ ഒരു റാപ്പോ ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇൻപുട്ട് പറയാൻ തന്നെ നമുക്ക് അതെ, ഒരു ഇത് നമുക്ക് വരും. മടി ഒരു വരും. വല്ലതും തോന്നുമോ നമ്മളിത് എന്നൊക്കെ യൂസ് ഉള്ള- ഇവരോട് പറഞ്ഞ ഇവര് പറയും പോടാ എന്ന് പറയുന്നത് അങ്ങനെ അത് പറയുകയും വേണം. അത് നൈസായിട്ട് പറയുകയും വേണം. അതായത് നമ്മളിപ്പോ ഒരു സാധനം പറയും, ബ്രോ അത് വർക്ക് ആവാൻ ചാൻസ് ഇല്ല ഈ സിറ്റുവേഷനിൽ. ചിലപ്പോ നമുക്കത് ഭയങ്കരമായിട്ട് തോന്നും, ആ. ചിലപ്പോ സിറ്റുവേഷൻ അത് ആപ്റ്റ് അല്ലായിരിക്കും ആ തമാശ. അതെ 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 വേണമെങ്കിൽ ഇങ്ങനെ പറയാം ബ്രോ അത് ഇങ്ങനെ ചെയ്ത് നമുക്ക് ഇങ്ങനെ അതെ, ചെയ്യാം, അതെ, അതെ. അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതെ, അതായിരിക്കും അതെ, നല്ലത്. അതെ, സിറ്റുവേഷൻ നല്ല സിറ്റുവേഷൻ അത് വർക്ക് ആവാതെ വരുമെന്ന് പറയാം. അതെ. അതെ, അതെ. ചിലപ്പോ സിറ്റുവേഷൻ മാറിപ്പോവാം, പക്ഷെ നമ്മൾ ചിലപ്പോ കണ്ടുപിടിച്ചോണ്ടിരുന്ന തമാശ സിറ്റുവേഷൻ ഒട്ടും മാറ്റല്ലായിരിക്കും. നമുക്ക് ഭയങ്കര സൂപ്പർ ആയിട്ട് തോന്നുകയും ചെയ്യും. കൂടെയുള്ളവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അതെ അതെ. അതിപ്പോ ആദർശേട്ടൻ ഉള്ളതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഭയങ്കര ഈസി അതെ, ആയിരുന്നു. അതെ, പുള്ളി അതെ. നമ്മളോടൊന്നും പ്രഷർ ചെയ്യാറില്ല. ഒന്നും അതെ, ചെയ്യാറില്ല. അതെ. നല്ല നല്ല അപ്പൊ ഞാനിങ്ങനെ ആദ്യം ഇത് വന്നപ്പോ തന്നെ അളിയാൻ ചെയ്യുന്ന പോലെ അളിയങ്ങ് ചെയ്താൽ മതി Behave ചെയ്താ എന്നൊക്കെ മതി. പറഞ്ഞു. ആ അതെ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടെ ഉണ്ടായിരുന്ന ടീം സുദേവ് ആണെങ്കിലും എന്താണ് സഞ്ജു അമ്പാടിയാണ് ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്, മാളവിക എഡിറ്റിങ്, അങ്ങനെ എല്ലാവരും ഫുൾ ഫാമിലി മൊത്തം ടീമും ആർട്ടൊക്കെയാണ് പെട്ടെന്ന് അവർ മാറ്റുമോ മാറ്റി. പൊട്ടപ്പെട്ടേന്ന് ഇങ്ങനെ നിക്കാണ് നമുക്ക് വേണ്ടിട്ട് അവര് പെട്ടെന്ന് പക്ഷെ അപ്പൊ തന്നെ സെറ്റ് ചെയ്യാം. അതെ. ഒരു ഡിലേ ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു. ഷൂട്ടിന്. വളരെ അതെ. ക്വാളിറ്റി പെട്ടെന്ന് കീപ്പ് ചെയ്ത് വളരെ നല്ല രീതിയിൽ എല്ലാ ഫിലിം ക്രൂ ആയിരുന്നു കംപ്ലീറ്റ് വർക്ക് ചെയ്തിരുന്നത്. അടിപൊളി. അപ്പൊ അങ്ങനത്തെ ഒരു സംരംഭത്തിൽ നമുക്കും ഭാഗമാവാൻ സാധിച്ചത് ഭയങ്കര സന്തോഷമുണ്ട്. യെസ്. അപ്പോ നിങ്ങളുടെ ഇത് റിലീസ് ആയി കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ ബാക്കിയുള്ളതും പറ്റിയതിൽ ഐ എം സോ കാണുക. ഹാപ്പി. അതെ. അടുത്ത എപ്പിസോഡ്സിന് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അതെ, ഇപ്പോൾ ഓൾറെഡി please. ഒരു എപ്പിസോഡ് വിധുവിന്റെ തന്നെ ഇവരുടെ തന്നെ ചാനലിലാണ് അത് ഇറങ്ങിയിരിക്കുന്നത്. വിധു പ്രതാപ് ഒഫീഷ്യൽ വിധു പ്രതാപ് ഒഫീഷ്യൽ അറിയാത്ത പോലെ ഇപ്പൊ ഒരു അടി വെച്ച് കള്ളൻ. ഇരിക്കട്ടെ. അപ്പൊ എല്ലാരും അതിൽ കേറിയിട്ട് ഇത് കാണണം. അതെ. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം, നിങ്ങൾക്ക് അതെ. എന്താണ് തോന്നിയതെന്ന്. അതെ അതെ. അതിൽ കമന്റ്സ് ഇടുക, ഷെയർ ചെയ്യുക. ഇനിയും 2 എപ്പിസോഡ്സ് വരാനുണ്ട്. അതെ. അപ്പോൾ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എന്തായാലും അടിച്ച് പൊളിക തകർത്ത് വാരുക. താങ്ക് യു ബ്രോ. Yes. ഒരു Thank you. എന്താണ് ഗംഭീര ഇന്റർവ്യൂ തന്നതിന് താങ്ക് യു വീണ്ടും. സോ മച്ച്. ഇനി അടുത്ത എപ്പിസോഡ് Okay, thank you. സ്കൂളിലൊന്ന് പോകണം കേട്ടോ. അതെ അതെ. ടീച്ചർ പറയും പോയി പിള്ളേരെ കൊണ്ടുപോകണം. അപ്പൊ Thank you so much. all the best guys. Okay, thank you. But just for a horror.